ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ജനിച്ചൊരുത്തനായതുകൊണ്ടാണ്. അപ്പോൾ ബൈ, നാളെ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ആക്സിഡൻറ്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും ഇങ്ങനൊരു അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു കുറവായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മ കൂടി ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കൈക്കും കാലിനും കണ്ണിനും പ്രശ്നമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്തടുത്താണ് ഈ അഭിലാഷം എത്തി നിൽക്കുന്നത്. അഭിലാഷം മാത്രമല്ല, ഇതുപോലെ എത്ര പേരും എത്തി നിൽക്കുന്നത്. പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നത് വെച്ചാൽ തൊക്കെ കമന്റ് ബോക്സിൽ ഇട്ട് പറഞ്ഞു. അഭി, നിങ്ങളൊരു പ്രചോദനമാണ്. എത്ര പേർക്ക് മാതൃകയാണെന്ന് അറിയോ നിങ്ങൾ പൊളിയാണ് വെച്ചാലേ. അഭിലാഷം കട്ടക്കലിപ്പിലാണ് കേട്ടോ. എന്താണ് അഭിക്ക് ഇങ്ങനെ പറ്റിയത്? പെട്ടെന്ന് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എന്തു പറ്റി ഇങ്ങനെ പറയുന്നേ എന്ന് വിചാരിച്ചു. മുഴുവനായിട്ട് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പറഞ്ഞത് ഇച്ചിരി കുറഞ്ഞു പോയെന്ന്. ഇതൊന്നും അല്ലായിരുന്നു പറയേണ്ടത്, ഇതിൻ്റെ അപ്പുറം പറയേണ്ടതായിരുന്നു. അഭിലാഷിൻ്റെ മാന്യത കൊണ്ടൊരു പക്ഷെ അഭിലാഷ് ആ കുറച്ച് വാക്കുകൾ ഒതുക്കി. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ട് അഭിലാഷ് പറയുമ്പോഴാണ് അഭിലാഷിന് ഇത്ര കുറവുകൾ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അല്ലാതെ അതൊരു കുറവായിട്ട് പോലും നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. കാരണം അഭിലാഷിന് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് വന്നപ്പോഴല്ല നമ്മളിൽ പലരും കാണുന്നത്. അഭിലാഷിന് എല്ലാതും തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ അടിച്ച് തകർത്ത് അടിപൊളി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ അഭിലാഷിനെ അറിയാം. ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായി തന്നെ ആളെ എനിക്കറിയാം. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണല്ലോ അവർ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് വരുന്നത്. ഇത് കണ്ട് തന്നെയാണ് ഞാൻ അവരെ രണ്ടാളെ നോട്ടീസ് ചെയ്ത്. നല്ല രസമായിട്ടാണ് അവരുടെ. ഒരിക്കലും ആ കാലിന് പ്രശ്നം ഉണ്ടെന്ന് അറിയേയില്ല. സീരിയലിൽ വന്നപ്പോഴാണെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിലാഷ് എനിക്കൊരു സീരിയലിൽ അഭിനയിച്ചത് കാലിന് വയ്യാത്ത ഒരാളായിട്ട് തന്നെയായിരുന്നു. അതൊരു ആക്ടിങ് ആണെന്നാണ് കരുതുന്നത്. ബിഗ് ബോസ് വീടിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അഭിലാഷ് പറഞ്ഞപ്പോഴാണ് ആ കാലിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമ്മളത് അറിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു കുറവായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. എന്നാൽ എല്ലാവരും അത്തരത്തിലല്ല കേട്ടോ. ഇതൊക്കെ കുറവായി കാണുന്ന കുറച്ച് പേരുണ്ട്. ആ കൂട്ടത്തിൽ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മ കൂടി ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അഭിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അഭി എന്നോട് പറഞ്ഞത് മുഴുവനും കാണ് എന്നാണ്. മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാനാണ് തോന്നിയത്. ചില ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്കത് സാധിച്ചില്ല. ഇനിയും ഇന്ന് തന്നെ ഇത് ഇടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് വയ്യെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടോ. നമുക്ക് ആ വീഡിയോ അഭിക്ക് എന്താണ് പറയാനുള്ളതെന്ന് മുഴുവനായിട്ട് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് നിങ്ങൾ പറ, അഭി പറഞ്ഞത് കുറഞ്ഞു പോയില്ലേന്ന്. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നത് വെച്ചാൽ തൊക്കെ കമന്റ് ബോക്സിൽ ഇട്ട് പറഞ്ഞു. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ജനിച്ചൊരുത്തനായതുകൊണ്ടാണ്. അപ്പോൾ ബൈ, നാളെ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ആക്സിഡൻറ്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ നീ തോറ്റു കൊടുക്കല്ല മോനെ. നിന്റെ വില എന്തെന്ന് ഓൾ അറിയണം. നീ ഇപ്പൊ ഏത് ലെവലിലുള്ളത്? നമ്മളെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒരേപോലെയാണെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും എല്ലാവരും ഒരേപോലെ അല്ല. ചിലവർക്ക് ജനിച്ചപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കാം. അതൊരു പക്ഷേ പ്രശ്നമാണെന്ന് അവൻ വിചാരിക്കാത്തടത്തോളം കാലം അതൊരു പ്രശ്നമല്ല. അഭിലാഷിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്. നല്ല മനസ്സിന് ഉടമയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴല്ല എനിക്ക് ആ 2 സ്ത്രീകളോടാണ് പറയാനുള്ളത്. അവർക്കും ഉണ്ട്, അവരുടെ മകനാണ്. അവരുടെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറഞ്ഞ് തിരുത്തി അവരെ നേർവഴിക്ക് നടത്തിക്കുന്നതിന് പകരം അവർ വീണ്ടും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തെങ്കിലും വൈകല്യമുള്ളവരെ കളിയാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അഭിലാഷിന് ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ആൾ ഈ ലോകത്തേക്ക് വന്നത്. എങ്കിലും അതൊരു കുറവല്ലെന്ന് നമ്മളെല്ലാവരെയും കാണിച്ചതാണ്. കൈക്കും കാലിനും കണ്ണിനും പ്രശ്നമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്തടുത്താണ് ഈ അഭിലാഷം എത്തി നിൽക്കുന്നത്. അഭിലാഷ് മാത്രമല്ല, ഇതുപോലെ എത്ര പേരും എത്തി നിൽക്കുന്നത്. ഇതൊന്നും ഒരു കുറവായിട്ട് അവർ കാണുന്നില്ല. അഥവാ അതൊരു കുറവാണെങ്കിൽ അതൊരു കുറവല്ല എന്നുള്ളത് നമ്മളെ അവർ കാണിച്ചു തരാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കുറവാണെന്ന് വീണ്ടും അവരെ കാണിക്കുന്ന രീതിയിലുള്ള ഇമാതിരി വീഡിയോസ് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. നമ്മൾ എല്ലാം തികഞ്ഞവരായിട്ട് ഭൂമിയിൽ എത്തിയെന്ന് നിങ്ങൾ സ്വയം കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഒന്നും തികഞ്ഞതല്ല. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് നീയാണെങ്കിൽ നാളെ ഞാൻ എന്ന് പറയില്ലേ, അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഇപ്പോൾ അഭിലാഷ് വളരെ ഇമോഷണലി ആയിട്ട് പറയുന്നുണ്ട്, ഇന്ന് നാളെ നിനക്ക് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിന് സംഭവിച്ചേക്കാം എന്ന് ഉള്ള ആ ഒരു വാക്കൊക്കെ ഉണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ എല്ലാം തോന്നുന്നു എന്താ അങ്ങനെ പറയണേന്ന്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ആക്ച്വലി ബീബി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ചേട്ടന് കാലിന് പ്രശ്നമുണ്ട് നമുക്കങ്ങനെ തോന്നിയിരുന്നില്ല. അത് കഴിഞ്ഞ് ബീബി കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് ഈവൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പരിപാടി പോകുമ്പോഴാണ് ചേട്ടൻ എത്രത്തോളം എന്താ പറയുക ഇത്രയൊക്കെ പോരായ്മ ഒക്കെ വെച്ചിട്ട് അതൊരു പോരായ്മയല്ല, എന്നാലും ബാക്കി എല്ലാവരുടെ കൂടെ പോരാടി നിന്നുമല്ലോ. അല്ലെങ്കിൽ ആ ഗെയിമിൽ അത്ര പാർട്ടിസിപ്പേറ്റ് അത്ര ദിവസം നിന്നത് തന്നെ വലിയ കാര്യം. ആ കോൺഫിഡൻസ് ഭയങ്കര കുറവുകളില്ലാത്തതായിട്ട് ആരാണ്? എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറവുകളുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളെ ആരും എല്ലാം തികഞ്ഞവരായിട്ട് ഭൂമിയിലേക്ക് ദൈവം വിട്ടിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ് തന്നിട്ടുണ്ട്. അത് എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ ആ തരത്തിൽ നമ്മളത് ഉപയോഗിച്ച് കാണിക്കുന്നു. എത്ര പേരുടെ കൂടെയാണ് അഭിലാഷ് അത്രയും ദിവസം ബിഗ് ബോസിൽ പിടിച്ചിരുന്നത്? സത്യം പറഞ്ഞാൽ PR ഇല്ലാതെ പോയ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാട്ടോ. ഒരുപക്ഷെ PR ഉണ്ടായിരുന്നെങ്കിൽ ഫൈനലിൽ ഉണ്ടാവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത്രയും കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസിലുള്ളപ്പോൾ അഭിലാഷ്. അത് നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്ക് PR ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന കാര്യത്തിൽ അഭിലാഷ് കുറച്ച് പിന്നോട്ട് പോയി. കാരണം ആളവിടെ ജെനുവിനായിട്ടാണ് നിന്നത്, പക്ക ജെനുവിനായിട്ടാണ് ആളവിടെ നിന്നത്. അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ച ഒരു വ്യക്തിയാണ് അഭിലാഷ് എന്ന് പറയുന്നത്. ഇത്രയും നാളുകൾക്കുള്ളിൽ, വളരെ ചെറിയൊരു പ്രായമാണ്, ഇത്രയും പ്രായത്തിനുള്ളിൽ ആൾ എവിടം വരെ എത്തി. ചെറുപ്പകാലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആൾ അനുഭവിച്ചിട്ടുണ്ടാവും. ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു PR-നെ സപ്പോർട്ട് ഇല്ലാതെ തൻ്റെ കഴിവുകൊണ്ട് മാത്രം ഇത്രയും നാൾ ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു കുറവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അഭിലാഷിൻ്റെ കാര്യത്തിലൊന്നുമില്ല, മറ്റ് ഇതുപോലെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാണ്, ഒരിക്കലും ഇതൊരു കുറവല്ല, ഇതൊരു കുറവായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. എല്ലാം തികഞ്ഞവരായിട്ട് ഭൂമിയിലേക്ക് എത്ര പേരെ സൃഷ്ടിച്ചിട്ടുണ്ട്? ആരുമില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും കുറവുകളുണ്ട്. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്യുന്ന ആ 2 വ്യക്തികളുണ്ടല്ലോ, അവരവരുടെ കുടുംബത്തെ മൊത്തമാണ് കേട്ടോ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മയുണ്ട്, ഭാര്യ ആയിരിക്കണം മറ്റേതുള്ളത്, ഇവരെല്ലാവരും കൂടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സ്ത്രീകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊരു അമ്മയാണോ? ഭാര്യ എന്ന് പറഞ്ഞു, ഭാര്യ സഹോദരി ആരെങ്കിലൊക്കെ ആയിരിക്കും. ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾ നല്ല രീതിയിൽ വളർന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാം. ഇവർക്കത് തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. സത്യത്തിൽ അഭിലാഷ് ഇത് വളരെ ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. ഇതേപോലെ എത്ര പേരത് കണ്ടിട്ടുണ്ടാകും, അവർക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു വീഡിയോയിൽ കളിയാക്കിക്കൊണ്ട് ചെയ്യുക. ഇത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എന്തെങ്കിലും കുറവുകൾ അങ്ങനെ കളിയാക്കി ചെയ്യുക, എന്നിട്ട് ചിരിക്കുന്ന ഒരു ഇതും കൂടെ കുത്തിക്കയറ്റും. എന്നിട്ട് ചിരിക്കാനായിട്ട് നാളൊരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ അഭി പറഞ്ഞ പോലെ നാളൊരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ചിരിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമോ? ഇതൊക്കെ സത്യം പറഞ്ഞാലൊരു അസുഖമാണ്. നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നുള്ളൊരു ഉത്ബോധം അവർക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. പിന്നെ എല്ലാം തന്ന ദൈവത്തിന് ഇതൊക്കെ തിരിച്ചെടുക്കാൻ അധികം സമയവും വേണ്ട. അഭിലാഷോട് മാത്രമല്ല, ഇതേപോലെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു കുറവുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോണ്ടല്ലോ എങ്ങനെ അന്താളിച്ച് നിൽക്കും. അപ്പോൾ അഭിയുടെ കാര്യം തന്നെ, അഭിലാഷിൻ്റെ കാര്യം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ, അഭിലാഷ് കളിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോണ്ടല്ലോ നമ്മൾ തന്നെ വണ്ടടിച്ച്. ഈ ഒരു വീഡിയോയുടെ ഞാൻ വന്നത്, ഞാൻ പരിചയപ്പെട്ടതിൽ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരുപാട് പേരായിട്ട് കണക്ഷൻ ഉണ്ട്, സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ പരിചയപ്പെട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അഭിലാഷ് എന്ന് പറയുന്നത്. നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്ത് പറ്റി, എന്താ ഇങ്ങനെ പറയുന്നേ എന്നാണ് ആദ്യം. ഞാനത് ഫുള്ള് കേൾക്കാൻ നിന്നില്ല, അതെൻ്റെ മിസ്റ്റേക്ക്, ഫുള്ള് കേൾക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് മുഴുവൻ കണ്ടപ്പോഴാണ് ഇച്ചിരി കുറഞ്ഞു പോയി, കുറച്ചുകൂടി പറയണമായിരുന്നു എന്ന് തോന്നിയത്. ഒരാളുടെ കുറവുകൾ വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരാളെ വാല്യൂ ചെയ്യേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന കൈയും കാലും കണ്ണും ഒക്കെ ദൈവം നമുക്ക് തന്നതാണ്. അതൊരു പക്ഷേ മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഇത്രയും പേരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ ഈ ജന്മത്തിലോ വരും ജന്മത്തിലോ നിങ്ങൾ ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം, അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. നിങ്ങൾ പറയും ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്, ഇതൊരു പക്ഷെ കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടോ, ഭയങ്കര ഒരു വിഷമം തോന്നി. 2 കൈയും കാലും കണ്ണും മൂക്കും എല്ലാം നല്ലോണം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ചിന്തിക്കാനുള്ള വിവേകമില്ല, നല്ലൊരു മനസ്സില്ല. അഭി, നിങ്ങൾക്കതുണ്ട്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് അഭി. ബിഗ് ബോസ് വീട്ടിലേക്ക് വരാനായിട്ട്, അയ്യോ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ല എന്നൊക്കെ ബാക്കോട്ട് അടിച്ച് നിൽക്കുന്ന കഴിവുള്ള എത്ര ആൾക്കാരുണ്ടാവും എന്ന് അറിയോ. അപ്പോൾ അവർക്കൊക്കെ മുന്നോട്ട് വരാൻ ഞങ്ങൾക്കും പറ്റും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനായിട്ട് അഭി നിങ്ങളൊരു പ്രചോദനമാണ്. എത്ര പേർക്ക് മാതൃകയാണെന്ന് അറിയോ. നിങ്ങൾ പൊളിയാണ് വെച്ചാലേ.
അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അവർ ഒരു തെറ്റും ചെയ്യാണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നേരിട്ടിട്ടായിരിക്കും അവർ ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവുക. അതിനെ മറ്റൊരാൾ കളിയാക്കി കൊണ്ടുവരുമ്പോൾ അഭിലാഷിന് അത് റിയാക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, വോയിസ് ഉണ്ട്. അഭിലാഷ് ഇത് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ചെയ്ത ഈ വീഡിയോയുടെ റിയാക്ട് ചെയ്തുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയണം തോന്നി. സത്യം പറഞ്ഞാൽ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാനും പറയാണ്. കുറച്ചുകൂടി ഡോസ് കൂട്ടി ഞാനും കൂടെ പറഞ്ഞതുകൊണ്ട് കരുതിക്കും. എന്നാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും